ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരപ്പൻ്റെ ഒരു കഥ പറയുകയാണ്. ഭക്തരെല്ലാം ഗുരുവായൂരപ്പൻ തന്നെ. കാലം മുമ്പ് ഒരു ഏകാദശി ദിവസം മേൽശാന്തി ബലി തൂകുകയായിരുന്നു. ഏകാദശി ആയതിനാൽ വലിയ തിരക്കായിരുന്നു. ആരോ അദ്ദേഹത്തെ സ്പർശിക്കാനിടയായി. മേൽശാന്തി കുളിച്ചു വന്ന് ബലി തൂകാൻ തുടങ്ങി. അപ്പോൾ മറ്റൊരാൾ അദ്ദേഹത്തെ തൊട്ടു. മേൽശാന്തി വീണ്ടും കുളിച്ചു വന്നു. പല പ്രാവശ്യം മേൽശാന്തിക്ക് ബലിതൂകൽ പൂർത്തിയാക്കാനാവാതെ കുളിക്കേണ്ടി വന്നു. ഇത് ആവർത്തിച്ചപ്പോൾ തിരുമേനിക്ക് ദേഷ്യം വന്നു. ഇങ്ങനെയായാൽ എനിക്ക് ബലി തൂകാനാവില്ല എന്ന് പറഞ്ഞ് കുളിച്ചു വന്ന് ബലി തൂകാൻ തുടങ്ങി. അപ്പോൾ ഒരു ബാലികയാണ് അദ്ദേഹത്തിൻ്റെ മേൽ മുട്ടിയത്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ അടുത്തു വന്ന് ഇങ്ങനെ പറഞ്ഞു: തിരുമേനി, ആ തീർത്ഥത്തളിക ഇങ്ങോട്ട് തരൂ, ബാക്കി ഭാഗങ്ങൾ ഞാൻ തൂകിക്കൊള്ളാം. ഇത് കേട്ട് അദ്ദേഹം അത്ഭുതത്തോടെ ചിന്തിച്ചു, എന്താണ് ഒരു ബ്രാഹ്മണൻ എന്നോട് ഇങ്ങനെ പറയുന്നത്? വ്യാകുലപ്പെട്ടു നിൽക്കുന്ന മേൽശാന്തിയോട് ആ ബ്രാഹ്മണൻ പറഞ്ഞു: എന്നെ തൊട്ട് ഭക്തരെ നോക്കൂ. ആഗതൻ പറഞ്ഞത് കേട്ട് മേൽശാന്തി അദ്ദേഹത്തെ തൊട്ട് അവിടെയുള്ള ഭക്തരെ നോക്കിയപ്പോൾ എല്ലാവരും മഹാവിഷ്ണുവിൻ്റെ രൂപമായി കാണാൻ കഴിഞ്ഞു. പിന്നീട് ആ ബ്രാഹ്മണനെ അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് തൻ്റെ കണ്ണു തുറപ്പിക്കാൻ വന്നതെന്ന് മേൽശാന്തിക്ക് ബോധ്യമായി. ഈ സംഭവത്തിന് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം ജാതിഭേദമന്യേ എല്ലാവരെയും പ്രവേശിപ്പിക്കാൻ തുടങ്ങി. എല്ലാ ഭക്തരും ഭഗവാൻ തന്നെയാണെന്ന ബോധം ഗുരുവായൂരപ്പൻ എല്ലാവർക്കും ഭക്തർക്കും ഉണ്ടാക്കി കൊടുത്തു. കണ്ടില്ലേ, ഭഗവാൻ എല്ലാവരും ഭഗവാൻ തന്നെയാണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ഇതൊരു അനുഭവമായിട്ടാണ് പറയുന്നത്, ഇങ്ങനൊരു അനുഭവം ഉണ്ടായതായിട്ട്. അതുപോലെ ഇപ്പോഴും ധാരാളം അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന അനുഭവ കഥകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഗുരുവായൂരുമായി ബന്ധപ്പെട്ട്. അപ്പം ഇത്രയൊക്കെ കഥകളും ഇതൊരു അവിടുത്തെ മേൽശാന്തിക്ക് ഉണ്ടായൊരു അനുഭവമൊക്കെയാണ്. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും ഇന്നും ഭക്തന്മാർ പോലും പലതും മനസ്സിലാക്കുന്നില്ല. ഈശ്വരനോട് വിശ്വാസം, ഭക്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ചില കാര്യങ്ങളൊന്നും അതിൻ്റേതായ രീതിക്ക് മനസ്സിലാക്കാതെയാണ് ഇന്നും എല്ലാവരും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. ഈശ്വരന് ജാതി ഭേദമൊന്നുമില്ല. ഈശ്വരന് എല്ലാവരും തുല്യരാണ്. അതുപോലെ സമ്പത്തോ സമ്പന്നനോ ദരിദ്രനെന്നോ ഒന്നുമില്ല. അതുപോലെ ഭഗവാന് വലിയ വലിയ കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നവരെ മാത്രമേ ഭഗവാൻ കാണുന്നുള്ളൂ, അവരോട് മാത്രമേ കടാക്ഷമുള്ളൂ എന്നും വിചാരിക്കണ്ട. അതൊന്നുമല്ല. അതായത് ഏത് ഉയർന്ന ജാതി ആയിക്കോട്ടെ താഴ്ന്ന ജാതി ആയിക്കോട്ടെ, ആ ഒരു വ്യക്തിയുടെ പ്രവൃത്തി അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതാണെങ്കിൽ അവിടെ ഭഗവാനുണ്ട്. അവൻ മോശം കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ഭഗവാൻ ഇല്ല. കാരണം ആ മോശം ചെയ്തതിൻ്റെ ഫലം അവൻ അനുഭവിക്കണമല്ലോ. ഇതൊക്കെ നമുക്കും ആലോചിച്ചറിയാവുന്നതാണ്. നമുക്ക് കർമ്മ ഫലം എന്നുള്ളത് ഒന്നുണ്ട്. അത് നമ്മൾ പറയും അടുത്ത ജന്മത്തിലേക്ക് ആണ് എന്ന് പറയും. അടുത്ത ജന്മം മാത്രമല്ല, നമ്മുടെ ഈ ജന്മത്തിലും നമ്മൾ ഈ ജന്മത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കർമ്മങ്ങളുടെ ഫലം നമ്മളിപ്പോഴും അനുഭവിക്കുന്നുണ്ടാകും. അതിൻ്റെയൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരു അതിൻ്റെ പൊരുൾ തേടിച്ചെന്നാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും അത് നമ്മൾ ചെയ്തതിൻ്റെ ഫലമാണ് നമ്മൾ പലതും അനുഭവിക്കുന്നത് എന്ന്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അതുപോലെ ഈശ്വരൻ ആരെയും വേർതിരിച്ച് കാണുന്നില്ല. നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ് എല്ലാത്തിനെയും ചിന്തയോടെ കാണുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റുക. അതുപോലെ തന്നെ ഈശ്വരനെ വിശ്വസിക്കുമ്പോഴും പലരും പല തെറ്റുകളും ചെയ്തുകൊണ്ടാണ്. നമുക്കറിയാം, വളരെ വലിയ പരമഭക്തന്മാരെന്ന് പറയുന്ന പലരും പക്ഷെ സമൂഹത്തിനോടോ അല്ലെങ്കിൽ വീടിനോടോ ഒക്കെ വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറുന്ന എത്രയോ പേരുണ്ട്. നമുക്ക് പലരെ എടുത്തറിയാം.
പിന്നെ ക്ഷേത്രപരമായ അല്ലെങ്കിൽ ആരാധനാപരമായൊക്കെ അവർ ഭയങ്കര ചിട്ടകളും വട്ടങ്ങളും ഭയങ്കരമായ എല്ലാം ഭയങ്കര നിഷ്ഠയോടൊക്കെ പോകുന്നവരായിരിക്കാം. പക്ഷേ അവരുടെ വ്യക്തിത്വം വളരെ മോശവുമായിരിക്കും. അതോടൊപ്പം അവർ ഭഗവത് കാര്യങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് പറയും. ക്ഷേത്ര കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ അങ്ങനെ ചെയ്യണം, അതങ്ങനെ ചെയ്യാവൂ, അല്ലെങ്കിൽ അത് ശരിയാവില്ല, ഇങ്ങനെയൊക്കെ കുറേ കർശനമായ നിലപാടുകളൊക്കെ ദൈവികമായ കാര്യങ്ങളിൽ പറയാറുണ്ടെങ്കിലും പക്ഷേ അവരുടെ പ്രവൃത്തിയിൽ വളരെ മോശമായ കാര്യങ്ങളാണ്. അതായത് ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത്, ഒരു മനുഷ്യൻ എങ്ങനെ ആകണം എന്ന് ആഗ്രഹിക്കുന്നത്, അതിന് വളരെ വിപരീതമായിട്ടായിരിക്കും ആ വ്യക്തികൾ പെരുമാറിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈശ്വരന് വേണ്ടത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു വ്യക്തിത്വം, നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈശ്വരൻ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുകയാണെങ്കിൽ അതാണ് ഈശ്വരനോടുള്ള ഏറ്റവും വലിയ ആരാധന. ഈശ്വരന് നമുക്ക് സമർപ്പിക്കാവുന്ന വലിയൊരു കാര്യവും അതുതന്നെയാണ്. എല്ലാം നമ്മൾ ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഓരോന്നും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികവും തെറ്റുകളൊന്നും വരാതെ മുന്നോട്ട് പോകാൻ പറ്റും. അതിനൊക്കെ വേണ്ടിയാകാം പൂർവികർ ഇതുപോലുള്ള ആരാധനാലയങ്ങളൊക്കെ ഉണ്ടാക്കിയതും അതുവഴി മറ്റുള്ളവരെ ആരാധിക്കുകയും അതുപോലെ ഭഗവത് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ആ ഒരു വഴിയെ സഞ്ചരിക്കാനൊക്കെ ആയിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമുക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. എങ്കിലും ഇതൊക്കെ നമ്മളുടെ ചുറ്റും കാണുന്ന ചില അനുഭവങ്ങളായതുകൊണ്ട് പറയുന്നെന്ന് മാത്രം. ഇതൊക്കെ എല്ലാവർക്കും അനുഭവത്തിൽ കാണാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ നമ്മുടെ ചുറ്റിനും എടുത്തു നോക്കിയാൽ പലരെയും കാണാം. അതുപോലെ നമ്മളിലും നമ്മൾ ഒന്ന് നോക്കുക, നമ്മളിലേക്ക് നമ്മളൊന്ന് നോക്കുക, നമ്മളുടെ പ്രവർത്തികളൊക്കെ ശരിയാണോ, നമുക്ക് തെറ്റുകൾ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ. നമുക്കും തെറ്റുകൾ സംഭവിക്കാം, മനുഷ്യരല്ലേ. ആ തെറ്റുകളൊക്കെ തിരുത്തുമ്പോഴാണ് ആ ഒരു വ്യക്തിക്ക് നല്ലതാകാൻ കഴിയുന്നത്. നമുക്ക് തെറ്റുകൾ സംഭവിക്കുമ്പോൾ ആ തെറ്റിനെ മനസ്സിലാക്കിയാലും വീണ്ടും വീണ്ടും ആ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ടൊക്കെ നമ്മൾ വളരെ വളരെ വിഷമത്തിലേക്കും ദോഷത്തിലേക്കൊക്കെ പോവുകയുള്ളൂ. നമുക്ക് ചിലരെ കാണാം, ചിലർ വളരെ ഭക്തിയും കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ കണ്ടുവരുന്നൊരു കാര്യമാണ്. വീടുകളിലൊക്കെ വളരെ ഭക്തിപൂർവ്വം പൂജാമുറികളിലൊക്കെ കയറി പ്രാർത്ഥനയും 2 നേരം പ്രാർത്ഥന, വിളക്കൊക്കെ കത്തിച്ച് ഭയങ്കര ആരാധനയും കാര്യങ്ങളൊക്കെ നടത്തും. പക്ഷേ അവർ വീട്ടിലുള്ളവരോട് പോലും വളരെ മോശമായിട്ടായിരിക്കും പെരുമാറുക. അവർ മറ്റുള്ളവരോടൊന്നും ഒരു ദയവില്ലാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക, അയൽപ്പക്കത്തുള്ളവരുടെ കുറ്റങ്ങൾ നോക്കിയിരുന്ന് അവരെക്കുറിച്ച് മോശമായി സംസാരിക്കുക, വീട്ടിലുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക, വീട്ടിലുള്ളവരെക്കുറിച്ച് മോശമായി സംസാരിക്കുക. അതുപോലെ തന്നെ മറ്റ് വീട്ടുകളിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാനായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടങ്ങൾ. അവർ ആ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അത് മറ്റുള്ളവരോട് പറഞ്ഞ് അതിലൊക്കെ സന്തോഷം കണ്ടെത്തുന്ന കുറേ ആൾക്കാരുണ്ട്. അത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ കണ്ടുവരുന്ന ഒരു രീതിയാണ്. പക്ഷേ ഭയങ്കര വിശ്വാസമാണ്, ഈശ്വരനെ വിശ്വസിക്കുന്നു, ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലൊക്കെ പോകുന്നു. ഇതിലും പെട്ട ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ കുറേ നമുക്ക് കാണാം, നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അവർ വളരെ മോശമായ പെരുമാറ്റം, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു സഹായം ചെയ്യാത്ത മനോഭാവം, മറ്റുള്ളവരോടൊക്കെ വളരെ അഹങ്കാരത്തോടെ പെരുമാറുക, മറ്റുള്ളവർക്കൊരു വില കൽപ്പിക്കാതിരിക്കുക, സ്വയം ഞാനാണ് വലുത് എന്നുള്ള ഒരു നിലപാടിൽ നിൽക്കുക. അപ്പോൾ അതൊക്കെയാണ് ശരിക്കും ഭക്തർ എന്ന് പറയുമ്പോൾ ഭക്തർക്ക് ഇതൊന്നുമല്ല ഭക്തരുടെ ഗുണങ്ങൾ. ഈശ്വരനുമായിട്ട് അടുത്ത് നിൽക്കുന്നവരങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ചിന്തിക്കില്ല. അത് ചിലപ്പോൾ അവരുടെ അറിവില്ലായ്മയായിരിക്കാം. അവർക്ക് ഈശ്വരൻ
ഉണ്ട്, ഈശ്വരനെ കുറിച്ചൊക്കെ എന്തൊക്കെയോ വിശ്വാസമുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ശരിയായ അറിവ് എവിടെ നിന്നും കിട്ടാത്തതുകൊണ്ട് ആയിരിക്കാം. നമുക്കാർക്കും അങ്ങനെ ശരിയായ അറിവുകളൊന്നും എവിടെ നിന്നും കിട്ടുന്നില്ല. നമ്മൾ കുറേ ആരാധനാലയങ്ങളിലൊക്കെ പോകുന്നു, അവിടെ പല കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിനപ്പുറത്തോട്ടൊന്നും പലർക്കും പലതും അറിയില്ല. നമ്മുടെ മതഗ്രന്ഥങ്ങൾ പോലും പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല ആരും. അപ്പോൾ അതൊന്നും അതിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അന്തരാർത്ഥങ്ങളും അതിലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടതാണെന്നും അത് നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ അനുഭവത്തിൽ വരുന്നതാണെന്നും ഒന്നും ആർക്കും അറിയില്ല. അതൊക്കെ പഠിച്ച് വരുന്നവർക്കേ അത് മനസ്സിലാവും. അപ്പോൾ അതൊന്നും അറിയാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം നമുക്കും പല കാര്യങ്ങളും ഇപ്പോഴും അറിയില്ല. ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയും പഠിച്ചും വരികയാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ കഥകളിലൂടെയൊക്കെ നമുക്കങ്ങനെ പതുക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നമ്മളെല്ലാവരെയും കേൾപ്പിക്കുക, എല്ലാവരും കേൾക്കുക, കുട്ടികളെയൊക്കെ കേൾപ്പിച്ച് അവർക്കൊക്കെ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ചെറിയ ചെറിയ അറിവുകളാണേലും അതൊക്കെ കിട്ടി നമ്മുടെ ചില ചില മോശം അറിവുകളെ മാറ്റിയെടുക്കുക. കുറേശ്ശെയെങ്കിലും നല്ല നല്ല അറിവുകൾ നമ്മളിലേക്ക് എത്താൻ നമ്മളെല്ലാവരും പ്രയത്നിക്കുക. അതിലൂടെ നല്ല ഒരു തലമുറയൊക്കെ ഉണ്ടാകട്ടെ. കാരണം ഇന്നത്തെ തലമുറ വളരെ മോശമായ രീതിയിലേക്കാണ് പോകുന്നത്. അറിയാമല്ലോ, ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങൾ, കൊലപാതകങ്ങളാണെങ്കിലും പിന്നെ ലഹരി ആ രീതിയിലാണെങ്കിലും എല്ലാം വളരെ മോശമായ രീതിയിലാണ് പോകുന്നത്. ഇനിയെങ്കിലും നല്ലൊരു കാലം വരട്ടെ. അപ്പം എല്ലാവർക്കും തോന്നുന്ന അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് പറയുക. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ എല്ലാവരും കമൻ്റായിട്ടൊക്കെ ഇടുക. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല ഇത് മാത്രം വരട്ടെ, എല്ലാവർക്കും നല്ല ചിന്തകളുണ്ടാകട്ടെ, എല്ലാവർക്കും നല്ല പ്രവൃത്തികളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.